ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാം ആത്മീയ കഥകളെല്ലാം കേൾക്കും. ഓർമ്മയുണ്ടല്ലോ പണ്ടത്തെ മഹാഭാരതം സീരിയലൊക്കെ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടത്തെ മഹർഷിമാർ രചിച്ച കഥകൾ മാത്രമാണ് നാം മനസ്സിലാക്കിയെടുത്തത്. ഉദാഹരണമായിട്ട് രാമായണം എന്ന കഥ മാത്രമേ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടായത് ദൈവഭക്തി മാത്രമാണ്. ദൈവഭക്തി തീർച്ചയായിട്ടും വേണ്ടതാണ്. പക്ഷേ അതോടൊപ്പം ആ കഥയിൽ നിന്നും മഹർഷിമാർ ഉദ്ദേശിച്ചത് എന്താണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. വിവേകാനന്ദൻ പണ്ട് പറഞ്ഞതുപോലെ പഴത്തൊലി കഴിച്ചിട്ട് പഴമെറിഞ്ഞ് കളയുന്ന പോലെയാണ് നമ്മൾ രാമായണവും മറ്റുമൊക്കെ കണ്ടിട്ട് പ്രാവർത്തികമാക്കുന്നത്. അതായത് രാമായണം എന്ന കഥ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചത്. അതേസമയം രാമായണത്തിലൂടെ മഹർഷിമാർ ഉദ്ദേശിച്ച അന്തരാർത്ഥം മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും നമ്മൾ ഈ രാമായണവും ഗീതയും ബൈബിളും ഖുറാനും പറഞ്ഞു തരുന്ന യഥാർത്ഥ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കിയ തീർച്ചയായിട്ടും നമ്മുടെ ഈ നിരാശാബോധവും സങ്കടവും വേദനയും പരാതിയും എല്ലാം മാറും. ഒപ്പം ദൈവഭക്തി ഇതിനേക്കാൾ ഏറെ കൂടുമെന്നതിലും സംശയമില്ല. ശരിക്കും നമ്മുടെ ജന്മ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പം എനിക്ക് ഈ അറിവൊക്കെ ലഭിച്ച ഉറവിടത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് അത് ചെക്ക് ചെയ്യുമല്ലോ. നിങ്ങൾ ആ ഉറവിടം പ്രയോജനപ്പെടുത്തുന്ന പക്ഷം ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതു മനുഷ്യനായി തീരും. താങ്ക്